ഇവനാണ് ഇന്നത്തെ നമ്മുടെ താരം. ആദ്യം തന്നെ പഞ്ചാര കുഞ്ചുവിലേക്ക് ബട്ടറിനെ ചേർക്കാം. നിങ്ങൾക്ക് ബ്രൗൺ പഞ്ചാര കുഞ്ചുവിനെ ചേർക്കണമെങ്കിൽ അത് കൊടുക്കാം. ഇനി നന്നായി മയപ്പെടുത്തി ഫ്ലഫി ആയതിനു ശേഷം നമുക്കവരെ മാറ്റിയിരുത്താം. എന്നിട്ട് നമുക്ക് നല്ല മഞ്ഞ നിറമുണ്ടായിരുന്ന ഉടുപ്പെല്ലാം നിറം മാറിയപ്പോൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട പഴത്തെയെടുത്ത് നന്നായിട്ട് ചറപറ സ്മാഷ് ചെയ്ത് പഞ്ചാരയടിച്ചിരിക്കുന്ന ബട്ടർ മിക്സിലേക്ക് ചേർക്കാം. ഹോ, ഇപ്പോഴാ ഒരു സമാധാനമായത്. ഇനി ആ കൂട്ടുകെട്ടിലേക്ക് മുട്ടയും വാനില എസൻസും കുറച്ച് സാൾട്ടും ചേർത്താൽ ആഹാ അന്തസ്. ഇവരെല്ലാം ഇണങ്ങിയും പിണങ്ങിയും അവസാനം ഒത്തുചേർന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഈ സൗഹൃദം ഊട്ടി ഉറപ്പിക്കാനായി തന്നിലേക്ക് വന്നു വീണ ബേക്കിംഗ് പൗഡറിനെ തന്നോട് ചേർത്ത ഗോതമ്പ് പൊടിയെ നമുക്കിവരുടെ കൂടെ കൂട്ടാം. എന്താ? ഇനി ഗോതമ്പ് പൊടിക്ക് പകരം ഓട്സ് പൊടിച്ചതെടുക്കണമെങ്കിൽ അത് കൊടുക്കാം. നന്നായി കൂട്ടായി നിൽക്കുന്ന ഇവരുടെ കൂട്ടിനെ ഒന്ന് ആക്റ്റീവാക്കാനായി 1/2 ടീസ്പൂൺ വിനാഗിരിയിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് പതഞ്ഞ് ആക്റ്റീവായി വരുമ്പോൾ ഇവരെ കൂടി നമുക്ക് ചേർക്കാം. ഈ സ്റ്റെപ്പ് ഒഴിവാക്കണമെങ്കിൽ ഒരു വഴിയുണ്ട്. നമ്മൾ ആദ്യം 2 എഗ്ഗ് എടുത്തതിന് പകരം 3 എഗ്ഗ് എടുത്താൽ മതി. ഓക്കെ, യെസ്. അങ്ങനെ ഈ സൗഹൃദ കൂട്ടായ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്ത ഓവനിൽ 35 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ ഈ സൗഹൃദ കൂട്ടായ്മയിലുണ്ടായ ബനാന കേക്ക് റെഡി. ഇത് നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയതെടുത്തതാണെന്ന് ആരും പറയില്ല. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. സോ ഇനിയിപ്പോൾ കേക്ക് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഒരു ഹെൽത്തി ബനാന കേക്കൊക്കെ കഴിക്കാമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്